തലതിരിഞ്ഞു പോയത് എന്തുകൊണ്ടാ? നിങ്ങൾ ചിന്തിക്ക്, നല്ല പേരിട്ടിട്ട് നിനക്ക് എളുപ്പത്തിന് വേണ്ടി നീ എന്തെല്ലാം വിളിക്കുന്നു മക്കളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മക്കളെ വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ കരുതിയോ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേരിട്ടു. ഒരൊറ്റ കാര്യം, ഒരേ ഒരു കാര്യം എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ആറാമതായി പറഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആൻ ആറാമതായി പറഞ്ഞു, മക്കളെ നന്നാക്കണമെന്ന ആഗ്രഹമുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആറാമതായി പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ. ഓരോ വാപ്പയോട്, ഓരോ ഉമ്മയോട് അള്ളാഹുവിന്റെ ഖുർആൻ ആറാമതായി പറയുകയാ, വാപ്പാ ഒരു മാതൃകയാകുന്ന വാപ്പയായി നീ ഒന്ന് മാറട്. ആദ്യം നീ നന്നാകണേ, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകട്. ഉമ്മ, നിന്റെ പൊന്നുമോള് നിന്നെ കണ്ടാ പഠിക്കുന്നത്. നിന്റെ മക്കളുടെ ആദ്യത്തെ ഉസ്താദ് നീയാ പെണ്ണ്. അതുകൊണ്ട് നീ നന്നാകണേ. നീ നന്നായാലേ നിന്റെ മക്കള് നന്നാവൂ. എന്റെ പ്രിയമുള്ളവരെ, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ. കാരണം മക്കൾ അവരെയാണ് കണ്ടുപഠിക്കുന്നത്. മക്കൾ അവരെയാണ് കണ്ടുപഠിക്കുന്നത്. പഠിച്ചവരെ, ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കളുണ്ടല്ലോ, അവന് 2 വയസ്സാകുമ്പോ 3 വയസ്സാകുമ്പോ അവനോട് നിസ്കരിക്കാ പറയണ്ട. അല്ലാഹുവേ, നിസ്കാരപ്പായില് തന്നെ നിന്ന് നിസ്കരിക്കുന്നത് കാണാ. ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കള് 3-ാമത്തെ വയസ്സില് ഉമ്മാന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന മക്കളെ കാണാ. ഉമ്മ ഖുർആനോതുന്നത് കേട്ടു വളർന്ന മക്കളുണ്ടല്ലോ, അവര് ഖുർആനോദാ തയ്യാറാവുകയാ. വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോ, പഠിച്ചവനെ മോനെ, വാപ്പ പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്ന് 2 വയസ്സുള്ള പൊന്നുമോരോട് പറഞ്ഞിട്ട് പോകുന്ന വാപ്പ, ഒരു ദിവസം വാപ്പ വീടിനകത്തിരിക്കുമ്പോ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. 3 വയസ്സുള്ള മകൻ വന്നിട്ട് പറയും, വാപ്പ ബാങ്ക് വിളിക്കുന്ന വാപ്പ പള്ളിയിൽ പോകുന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, മക്കളുടെ ആദ്യത്തെ ഉസ്താദ് വാപ്പയും ഉമ്മയുമാ. അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് നീയാ. എപ്പോഴും റബ്ബിനോട് പറയുമല്ലോ, എന്റെ കണ്ണിന് കുളിർമയാകട്. അല്ലാഹുവേ, എല്ലാരും അങ്ങനാ, എല്ലാരും അങ്ങനാ. കണ്ണിന് കുളിർമയാകുന്നവരാകണം. എങ്ങനെയാ കുളിർമയാകുന്നത്? ഭാര്യ ഭർത്താവിന് കണ്ണിന് കുളിർമയാകുന്നത് എപ്പോഴാ? ഭർത്താവ് ഭാര്യയ്ക്ക് കണ്ണിന് കുളിർമയാകുന്നത് എപ്പോഴാ? മക്കള് മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമയാകുന്നത് എപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പഠിച്ചവനെ, ഭർത്താവ് അസറിന് പള്ളിയിൽ പോയി അതിരാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെയും പിടിച്ചിരുത്തിയിട്ട് നിസ്കാരപ്പായിലിരുന്ന് അല്ലാഹുവേ ഖുർആൻ ഓതുന്ന ഒരു കാഴ്ച കാണുമ്പോഴാ ഭർത്താവിന്റെ കണ്ണിന് കുളിർമയാകുന്നത്. അല്ലാഹുവേ, ഭർത്താവിന്റെ കണ്ണിന് കുളിർമയാകുന്നത്. അതിരാത്രി 2 പേരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. അതിരാത്രി ഭാര്യ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ ഭർത്താവിനെ കാണുന്നില്ലോ. പേടിച്ചെഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കുമ്പോ നിസ്കാരപ്പായില് പാതിരാത്രി 3 മണിക്ക് സുജൂദിൽ കിടന്ന് കരയുന്ന ഒരു ഭർത്താവിനെ കണ്ട. അപ്പോഴാണ് അവന്റെ കണ്ണിന് കുളിർമയാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നന്നാവണേ പെണ്ണ്. ഇന്നത്തെ അവസ്ഥയുണ്ട്. പാതിരാത്രി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും കുടുംബസമേതം ഇരുന്ന് സീരിയൽ കാണുന്ന കാഴ്ചയാണെന്ന് ഭർത്താവിന് കാണാൻ കഴിയുന്നത്. പഠിച്ചവരെ, പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹുവേ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്ന സമയത്ത് പള്ളിയിൽ പോകാതെ വീടിനകത്തിരിക്കുന്ന ഭർത്താവിനെ കാണുന്ന ഭാര്യ. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം പൊന്നുപോര്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, റബീഅത്ത് ഇബ്നു അസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. റബീഅത്ത് ഇബ്നു അസം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനാ. അല്ലാഹനെ വല്ലാത്ത പേടിയാ. ലോകമറിയുന്ന പണ്ഡിതനാ. പടച്ചവനെ, ഹും അസ്വാജുഹു ഫീ ളിലാൽ അലല്ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ.
പടച്ചുറപ്പേ ഈ ആയത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ റബീഅത്ത് ബിൻ അസ്ം എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലൊരാഗ്രഹം തോന്നുകയാണ്. പടച്ചുറപ്പിനോട് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, എന്റെ സ്വർഗത്തിലെ മണവാട്ടി ആരാണെന്ന് എനിക്കൊന്ന് കാണണം റബ്ബേ. എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാടെന്ന് ഈ ദുനിയാവിൽ വെച്ച് എനിക്കൊന്ന് കാണണം പടച്ചവര്. റബീഅത്ത് ബിൻ അസ്ം എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അവസാനം പാതിരാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിം പെണ്ണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു കാണിച്ചു കൊടുക്കുകയോ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയോ. ആരെയാണ് കാണിച്ചു കൊടുത്തതെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ. മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെയോ കേട്ടിട്ടുണ്ടോ പെങ്ങള്? എരിമേലിയിലെ മുസ്ലിം പെണ്ണ്, നിനക്ക് പരസ്പരത്തിലെ ദീതിമോള മാത്രമല്ലേ അറിയൂ. മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണ് ജീവിച്ചിരുന്ന പെങ്ങള്. അല്ലാഹുവേ, റബീഅത്ത് ബിൻ അസ്ം ഉണ്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാ. എന്നിട്ട് പടച്ചുറപ്പേ, മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാ പോവുകയാ. സ്വർഗത്തിലെ മണവാട്ടിയാണല്ലോ, ഒന്ന് കാണാ പോവുകയാണ്. മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ, മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. കാരണം ലോകമറിയുന്ന പണ്ഡിതനോ, എല്ലാവരും അടുത്തു വന്ന് കാര്യങ്ങൾ തിരക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, എനിക്ക് അവളെയൊന്ന് കാണണം. ജനങ്ങളെ മുഴുവനും തെരഞ്ഞു നടക്കുകയാ. ആരാട്? മൈമൂന എന്ന പെണ്ണാരാ? ജനങ്ങളെ മുഴുവനും തെരഞ്ഞു നടന്നിട്ട് അവസാനം വന്നിട്ട് പറഞ്ഞു, തങ്ങള്, ഈ നാട്ടിൽ മൈമൂന എന്ന് പേരുള്ള 3 പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്നവർ അവരല്ല, അവർക്ക് അർഹതയില്ല, അവര് മോശമായ രീതിയിൽ ജീവിതം നയിക്കുന്നവരാ. റബിയ പറഞ്ഞു, അല്ല, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങള്, മൈമൂന എന്ന പേരുള്ള ഒരു ഭ്രാന്തി പെണ്ണി നാട്ടിലുണ്ട് തങ്ങള്, അവൾക്ക് ഭ്രാന്താ തങ്ങള്. ഞങ്ങളെല്ലാവരും പാതിരാത്രി ഉറങ്ങിക്കഴിയുമ്പോ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളോട് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പാട്ടുപാടി ഉപദ്രവിക്കുന്നവളോ. അല്ലാഹുവേ, മഹാനവറുകളെ പറഞ്ഞു, ഞാൻ തേടുന്ന മൈമൂന അവള് തന്നെയാ. അവള് താമസിക്കുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോ പകല് മുഴുവനും പർവ്വതത്തിന്റെ മുകൾ തട്ടിലാ. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാ. ആ പ്രിയപ്പെട്ട ഭർത്താവ് മലയുടെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ ലോകത്ത് ഇതുപോലെ ഒരു പെണ്ണുകാടൽ ചടങ്ങ് നടന്നിട്ടുണ്ടാകില്ല. റബ്ബേ, കണ്ട കാഴ്ച എന്തെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിസ്കാരത്തിലോ മൈമൂനത്തുൽ മിസ്രിയ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, മാറി നിന്നു സലാം വീട്ടി കഴിഞ്ഞപ്പോ റബിയ പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. അവിടുന്ന് സലാം പറയുകയാ. മൈമൂന തിരിഞ്ഞു നിന്നിട്ട് വഅലൈക്കുമുസ്സലാം റബിയ. റബി അത്ഭുതത്തോടെ ചോദിക്കുകയോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞാനാണെന്ന് ഇങ്ങനെ തിരിച്ചറിഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞെനിക്ക് പടച്ചറപ്പ് കാണിച്ചു തന്നു. എന്നെ പെണ്ണ് കാണാമെന്നതല്ലോ, എന്നെ വിവാഹം കഴിക്കാമെന്നതല്ലോ. അതുകൊണ്ട് റബിയ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ. എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ഖുർആൻ ഓതിത്തരുവോ? നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും ഓതിത്തരുവോ? കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് റബിയ, കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് റബിയ. പടച്ചവര്, തന്റെ പുതുമണവാള
അള്ളാഹുവിനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ ഓതാ പറയുകയാ. റബീഅത്ത് ഇബ്നു അസ്സം ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാസിഅതൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വമു ഖീലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാ. തന്റെ മണവാളൻ ഖുർആൻ ഓതുന്നത് കേട്ടുകൊണ്ട് മൈമൂന ഇരിക്കുകയാ. അവസാനം ഓതിയോതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തങ്ങ് ഓതിക്കഴിയുമ്പോ മൈമൂനയുടെ കണ്ണ് നിറയുകയാ. ശരീരം വിറയ്ക്കാൻ തുടങ്ങി, ശരീരം മുഴുവനും വിയർത്തൊലിക്കുകയാണ്. മൈമൂന പറഞ്ഞു, ഒന്നുകൂടെ ഓതുമോ റബിയാ, ആയത്തൊന്നുകൂടെ ഓതിത്തരുവോ റബിയാ. പടച്ചവനെ അവിടെ നിന്ന് ഓതുകയാ. ഇന്നലദൈനാ അൻകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. പടച്ചുറപ്പേ, ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. നരകത്തിന്റെ ചെങ്ങലകളെ കുറിച്ച്, നരകത്തിന്റെ കൊളുത്തുകളെ കുറിച്ച്, നാളെ നരകവാസിയെ വലിച്ചു കൊണ്ടുവരുന്ന രംഗമിങ്ങനെ ഓടുന്ന ആയത്ത്, പറയുന്ന ആയത്തങ്ങ് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. മൈമൂന വീഴുകയാ. സീരിയലിലെ പെണ്ണിന്റെ അഭിനയം കണ്ടിട്ട് ദീപികയുടെ പെണ്ണിലിരുന്ന് കരയുന്ന ഉമ്മ. മൈമൂനത്തിൽ മിസ്രിയ പിന്നെ എഴുന്നേറ്റില്ല. ആയത്ത് കേട്ട് വീണ മൈമൂന പിന്നെ എഴുന്നേറ്റില്ല. അടുത്ത് ചെന്ന് വിളിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നെഞ്ചു പൊട്ടികെട്ട് മരിച്ചുപോയെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ വാപ്പയും ഉമ്മയും അങ്ങനെയാകണം, വാപ്പയും ഉമ്മയും അങ്ങനെയാകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, മക്കളെല്ലാം പഠിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്കൊന്നും തിരിയുന്നില്ലെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളാ, അവർക്കൊന്നും തിരിയുന്നില്ല എന്ന്. മനുഷ്യൻ നിനക്കാതിരിയാത്തത് നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് സീനാൻ 3 വയസ്സ് കഴിഞ്ഞു, നേഴ്സറി കൊണ്ടുവിട്ടു. ഞാൻ എന്റെ അനുഭവം പറയാം. ഇവനെ നേഴ്സറി കൊണ്ടുവിട്ടു. ഒരു ദിവസം വ്യാഴാഴ്ച വൈകിട്ട് ദുആ ചെയ്യാനിരുന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ആമീൻ പിടിക്കടാ. ആമീൻ പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ആമീൻ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഓൻ ഇങ്ങനെ പിടിക്കാം, തൊഴാൻ നിൽക്കണ പോലെ നിൽക്കണം. ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ പിടിക്കടാ, ഇങ്ങനെ ആമി അല്ല വാപ്പ ഇങ്ങനെ. ഇവ എന്നെ പഠിപ്പിക്കാം. അവസാനം എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല. ഞാൻ ചോദിച്ചു, മോനെ ഇത് ആര് പഠിപ്പിച്ചു? അപ്പൊ പറഞ്ഞു, സ്കൂളിൽ നേഴ്സറിയിൽ എല്ലാവരും ഇങ്ങനെ പിടിക്കണേന്ന്. ഞാനിപ്പോ നേഴ്സറി പോലും അവനെ വിടുന്നില്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലെല്ലാം തറയ്ക്കുന്നുണ്ട്. ആ പിഞ്ച് ഹൃദയത്തിൽ പലതും തറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, 3 സമയം വാപ്പയുടെയും ഉമ്മയുടെയും റൂമിലേക്ക് കടക്കണമെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് അനുവാദം ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. 3 സമയം സ്വന്തം പ്രായപൂർത്തിയാകാത്ത 7, 8, 9 വയസ്സുള്ള മക്കൾ സ്വന്തം വാപ്പാന്റെ ഉമ്മാന്റെ റൂമിൽ പോകണമെങ്കിൽ 3 അവസരത്തിൽ അനുവാദം ചോദിക്കണം. ഒന്നാമത്തെ സമയം സുബഹിക്ക് മുമ്പുള്ള സമയം, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം, 2 ഉച്ച സമയം, 3 ഇശാഇന്റെ ശേഷമുള്ള സമയം. എന്താ ഈ സമയത്തിന്റെ പ്രത്യേകത? സുബഹിക്ക് മുമ്പുള്ള സമയം രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. രണ്ടുപേരുടെയും ഔറത്തുകൾ ചിലപ്പോൾ വെളിവായി കിടക്കാം. മക്കൾ ചാടിക്കേറി റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മാന്റെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്, വാപ്പയുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ആ മക്കളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഉമ്മാന്റെയും ഉപ്പാന്റെയും ഔറത്ത് പോലും മക്കൾ കാണാൻ പാടില്ല എന്ന് സൂക്ഷിക്കണേ എന്ന് ഖുർആൻ പറയുമ്പോൾ, ഇന്ന് നിങ്ങൾ ചിന്തിക്ക്, 10-30 വയസ്സിന്റെ വാപ്പയ്ക്ക്
10-20 അല്ലെങ്കിൽ 35 വയസ്സുണ്ട് ഉമ്മയ്ക്ക്, 17 വയസ്സുള്ള പൊന്നുമോൻ, 16 വയസ്സുള്ള പൊന്നുമോൾ. അള്ളാഹുവേ, വാപ്പയും ഉമ്മയും 2 മക്കളും ഇരുന്നിട്ട് ഇംഗ്ലീഷ് പടം കാണുന്ന കാലവ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, അരപ്പാവാട ഇട്ട് ആടുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? ഒരുമിച്ചിരുന്ന് കാണുന്ന ഇവന്റെയൊക്കെ മക്കൾ പോയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. 18 തികയുന്നതിന് മുമ്പേ രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ട് നിൽക്കുക. എല്ലാം അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ പ്രിയമുള്ളവരെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. ലോകത്ത് വളർന്നിട്ടുള്ള എല്ലാ മക്കളെയും ഉമ്മ വളർത്തിയതാ. ഉമ്മ വളർത്തിയ ഏതെങ്കിലും ഒരു മകൻ തലതിരിഞ്ഞു പോയ ചരിത്രമുണ്ടോ? ഉമ്മ വളർത്തിയ ഏതെങ്കിലും ഒരു മകൻ നിങ്ങൾ എടുത്തു നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്, എത്രയോ മഹാരഥന്മാരുടെ ചരിത്രം എടുത്തു നോക്കൂ. ഉമ്മ വളർത്തിയ മക്കളെ നന്നായിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മ വളർത്തിയ ഒരു മകനും തലതിരിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ചില മക്കൾ തലതിരിഞ്ഞു പോകാറുണ്ട്. ചില മക്കൾ തിരഞ്ഞ് നല്ല പോലെ പോറ്റി വളർത്തിയിട്ട് കണ്ടവനെ കാണുമ്പോൾ ഇറങ്ങിപ്പോകുന്ന മക്കളുണ്ട്. ഓനെക്കുറിച്ച് എന്താ പറയാനാ? ഓനെക്കുറിച്ച് എന്താ പറയാനാ? എന്റെ പ്രിയപ്പെട്ടവരോട്, സ്വന്തം മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തും, എന്നിട്ട് അവസാനം തലതിരിഞ്ഞു പോകുന്ന മക്കളുണ്ട്. കണ്ടില്ലേ, തലശ്ശേരിയിൽ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി തന്റെ വാപ്പ കോടതിയുടെ മുന്നിൽ കിടന്ന് യാചിക്കുന്നു, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ആ വിളി ആദ്യമായിട്ട് വിളിച്ചത് ആരെന്നറിയും? ഒരു വാപ്പ പണ്ടാ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് കൊല്ലം മുമ്പ്. ഖുർആൻ പറയുന്നുണ്ട്, മോളെ റാഹില നീ പോകല്ലേ എന്നൊരു വാപ്പ വിളിച്ച വിളി കേരളം മുഴുവനും കേട്ടതാ. എല്ലാരും ആ വിളി കേട്ടിട്ട് വേദനിച്ചു. പക്ഷെ ആ വിളി ആദ്യമായിട്ട് വിളിച്ചത് ആരെന്നറിയുമോ? ഷയ്യുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. ആ വിളി ആദ്യമായിട്ട് വിളിച്ചത് നൂഹ് നബിയ. തന്റെ പൊന്നുമോൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോ ആ വാപ്പ വിളിച്ച വിളിയാണ് യാ ബുനയ്യ ഇർകബ് മഅന. എന്തർത്ഥം? ആ വാപ്പ വിളിച്ചതാണ് യാ ബുനയ്യ, പൊന്നുമോനെ വാടാ കേറടാ. അപ്പയാടാ വിളിക്കുന്നത്, രക്ഷപ്പെടടാ, ഇവിടെ ഉമ്മാരുടെ കൂടെ കൂടല്ലേ, കപ്പലിൽ കേറുന്ന ആ വാപ്പ വിളിച്ച വിളിയാ. എന്നിട്ടും ആ മോൻ തലതിരിഞ്ഞു പോയി. എന്നിട്ടും ആ പൊന്നുമോൻ വാപ്പയോട് പറഞ്ഞ മറുപടി, ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും വാപ്പ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറഞ്ഞു, തന്റെ പൊന്നുമോൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വെള്ളത്തിൽ മുങ്ങി ചത്തു മലർന്നു കിടന്നപ്പോ ആ വാപ്പയുടെ കണ്ണ് നിറഞ്ഞു. 18 കൊല്ലം 19 കൊല്ലം അള്ളാഹുവെ നേരെ ചൊവ്വ പോറ്റി വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന മക്കളുള്ള വാപ്പമാര് പറയാ, നീ കരയല്ലേ വാപ്പ, നിനക്ക് സമാധാനം ഖുർആൻ പറഞ്ഞതാ. മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് തലതിരിഞ്ഞു പോകുന്ന മക്കളുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നൂഹ് നബി കരഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്ത മറുപടി, ഫഇന്നഹു ലൈസ മിൻ അഹ്ലി, കരയില്ലേ നബിയെ, ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല. വാപ്പാ, നിന്റെ രക്തത്തിൽ പിറന്നേ ഉള്ളൂ. ഉമ്മച്ചി, നിന്റെ വയറ്റി അവള് വന്നേ ഉള്ളൂ, അവള് നിന്നി പെട്ടവളല്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുതി തള്ളിയേക്കണം, അങ്ങനെയുള്ള ജന്തുക്കളെയൊക്കെ എഴുതി തള്ളിയേക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്കൊന്നും മനസ്സിലാകുന്നില്ല. വാപ്പാ, നമ്മുടെ മക്കൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ മക്കൾ ചെറിയ കുഞ്ഞുങ്ങളാണെന്ന് തെറ്റിദ്ധാരണയാ നിനക്ക്. അവർക്കെല്ലാം അവരുടെ മനസ്സിൽ, അവരുടെ പ്രിഞ്ച് ഹൃദയങ്ങളിൽ എല്ലാം തറയ്ക്കുന്നുണ്ട്. അതിനൊരു ചരിത്രം അല്ലാഹുവിന്റെ റസൂല് പറയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, പിഞ്ചു കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള, പ്രായപൂർത്തിയാകാത്ത മക്കൾ വീട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പഠിക്കാ. അല്ലാഹുവേ, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് 2 ആമക്കളാണുള്ളത്. പടച്ചവനെ, പ്രിയപ്പെട്ട ഭാര്യ ഒരു ദിവസം അവരുടെ വീട്ടിനകത്ത് എന്തൊരു സന്തോഷമെന്നറിയുവോ? ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. ആ സന്തോഷത്തിന്റെ കാരണം എന്തെന്നറിയുവോ? അവരുടെ വീട്ടിലെന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാള് വരുന്നുണ്ട്. ഒരാൾ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയാണ്. ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. അങ്ങനെ ചാടണമെങ്കിൽ ആരായിരിക്കും വരേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകനും 2 സഹാബത്തും വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെന്ന് ജാബിർ തങ്ങൾ അറിയുമ്പോ സന്തോഷം അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. ഓടിച്ചെന്നിട്ട് ഒരാട്ടിനെ പിടിക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ കൊടുക്കണമല്ലോ. ഒരാടിനെ പിടിച്ച് കൈകാല് കെട്ടിയിട്ട് റബ്ബേ ആടിനെ അറുക്കുകയാ. എന്നിട്ട് പെട്ടെന്നതിന്റെ തോരെല്ലാം ഉരിഞ്ഞിട്ട് റബ്ബേ ഇറച്ചി റെഡിയാക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്ത് ചപ്പാത്തി റെഡിയാക്കുകയാ.
അള്ളാഹുവിന്റെ പ്രവാചകനും കൂട്ടുകാർക്കും കൊടുക്കുന്നതിന് വേണ്ടി ഭർത്താവ് ഇറച്ചി വെക്കുന്നു, ഭാര്യ ചപ്പാത്തി റെഡിയാക്കുന്നു. രണ്ടാമക്കളുടെ വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബേ, അവരിങ്ങനെ സന്തോഷത്തോടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോ ഭാര്യയും ഭർത്താവും തമാശകൾ പറഞ്ഞുകൊണ്ട് അടുക്കളയിലിരിക്കുമ്പോ വെളിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളിൽ മൂത്തവനുണ്ടല്ലോ, അനുജനോട് ചോദിച്ചു, മോനെ, വാപ്പാടിനെ അറുത്തതെന്റെ പൊന്നുമോൻ കണ്ടോ? ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുകയാണ്, വാപ്പാടിനെ അറുക്കുന്നതെന്റെ പൊന്നുമോന് കണ്ടോ? അനുജൻ പറഞ്ഞു, ഇല്ലയിക്കാ. ജ്യേഷ്ഠൻ ചോദിച്ചു, എന്റെ പൊന്നുമോന് കാണണോ? വാപ്പ എങ്ങനെയാണ് ആടിനെ അറുത്തതെന്ന് എന്റെ പൊന്നാര മകന് കാണണോ? ആ പൊന്നാര അനുജൻ പറഞ്ഞു, എനിക്ക് കാണണമിക്കാ. ജാബിർ തങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ, പടച്ച റബ്ബേ, വാപ്പ ആടിനെ അറുത്ത കത്തിയെടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ടൊരു കയറെടുത്തു, വാപ്പ ആടിനെ അറുത്തിട്ട് വെച്ച കത്തിയും എടുത്തു. എന്നിട്ട് തന്റെ കൂടപ്പിറപ്പിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് വാപ്പ ആടിന്റെ കയ്യും കാലും കെട്ടിയതുപോലെ അനുജന്റെ കൈകാല് കെട്ടുകയാ. എന്നിട്ട് വാപ്പ ആടിന്റെ തല ചരിച്ച് കിടത്തിയതുപോലെ തന്റെ പൊന്നാര അനുജന്റെ കഴുത്തിങ്ങനെ തിരിച്ചു വെച്ചിട്ട് വാപ്പ ആടിനെ അറുത്ത കത്തിയെടുത്തിട്ട് തന്റെ കൂടപ്പിറപ്പിന്റെ കഴുത്തിലേക്ക് വെച്ചിട്ടങ്ങ് അമർത്തുകയാ. അല്ലാഹുവേ, ആ കത്തി കൊണ്ട് തന്റെ കൂടപ്പിറപ്പിന്റെ കഴുത്തറുത്തങ്ങ് മാറ്റുകയാണ്. വാപ്പ ആടിനെ അറുത്തത് കണ്ട പൊന്നുമോനാ അനുജന്റെ കഴുത്ത് മുറിഞ്ഞിട്ട് റബ്ബേ, അവൻ കിടന്ന് മരണപ്രാളത്തിൽ പിടയുകയാ. മരണപ്രാളത്തിൽ കിടന്ന് പിടയുകയാ. കയ്യിലിരുന്ന കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൂടപ്പിറപ്പ് മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടിട്ട് പേടിച്ചുകൊണ്ട് ആ മൂത്ത മകൻ ഓടുകയാ. അല്ലാഹുവേ, കഴുത്തറ്റ് പോയിട്ടാ രണ്ടാമത്തെ പൊന്നുപോൽ അവിടെ കിടന്ന് മരണപ്പെടുകയാണ്. ജാബിർ തങ്ങളുടെ മൂത്ത മകന് പേടിച്ച് വിറച്ചിട്ട് ഓടുകയാണ്. ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുമ്പോ അവന്റെ കാല് തെറ്റിയിട്ട് താഴെ വീഴുകയാണ്. അവന്റെ തല വന്നൊരു കല്ലിലടിച്ചിട്ട് റബ്ബേ, അവന്റെ തല പൊട്ടി തലച്ചോറ് പോലും വെളിയിലേക്ക് തെറിക്കുകയാ. ഒന്ന് കരയാൻ പോലും കഴിയാതെ ആ പൊന്നുമോനും അവിടെ കിടന്നു മരിക്കുകയാ. ഭാര്യയും ഭർത്താവും ഇറച്ചിക്കറിയും ചപ്പാത്തിയും ചിരിക്കുന്ന മുഖത്തോട് പരസ്പരം തമാശകൾ പറഞ്ഞ് രണ്ടുപേരും വീടിനകത്തിരിക്കുമ്പോ വീടിന്റെ പുറത്ത് നടന്ന ഒരു സംഭവമാ പെങ്ങള്. രണ്ടുപേരും ഒന്നും അറിയുന്നില്ല. അവസാനം കുറെ സമയം കഴിഞ്ഞു. അല്ലാഹുവേ, ചപ്പാത്തിയതാ ഉണ്ടാക്കുമ്പോ നെയ് തീർന്നു പോയി. പ്രിയപ്പെട്ട ഭാര്യ നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ മാദല്ലാ, ഒരുമ്മ പാടില്ലാത്ത കാഴ്ചയോ. തന്റെ രണ്ടാമത്തെ മകന്റെ തലയും ശരീരവും വേർതിട്ട് പടച്ചവരെ മരിച്ചു കിടക്കുന്ന കാഴ്ചയാ. ആ ഉമ്മയങ്ങ് തളർന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. വാപുത്തി പിടിച്ചിട്ട് പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാ. പടച്ചവരെ ഭർത്താവിനെ വിളിച്ചില്ല, നാട്ടുകാരെ വിളിച്ചു കൂട്ടിയില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് ആ ഈമാനുള്ള പെണ്ണ് ചിന്തിച്ചു, അല്ലാ, ഇത് പടച്ചറപ്പിന്റെ പരീക്ഷണമാ. ഇത് പടച്ചറപ്പ് തരുന്ന പരീക്ഷണമാ. തോറ്റുകൊടുക്കാ പാടില്ലല്ലോ. ഇന്ന് റസൂലുള്ള വീട്ടിലേക്ക് വരുന്ന ദിവസമാണല്ലോ. ഭർത്താവിനോട് പറഞ്ഞാൽ ആ മനുഷ്യന് സഹിക്കാ കഴിയില്ലല്ലോ. എന്നിട്ട് തന്റെ പൊന്നാര മകനെ വാരിയെടുത്ത് അല്ലാഹുവേ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. എന്നിട്ടൊരു തുണിയെടുത്ത് മറച്ചു വെച്ചു. മുന്നോട്ട് നടന്നു പോകുമ്പോ
9.5 മാസം ചുമന്നു കണ്ട് നടന്ന് കാത്തുകാത്തിരുന്ന് കിട്ടിയ പൊന്നുമോ അവനും മരിച്ചു കിടക്കുകയാ. ആ പ്രിയപ്പെട്ട പെങ്ങള് തന്റെ പൊന്നാര മകനെ വാരിയെടുത്തിട്ട് ചുംബനം കൊടുക്കുകയാണ്. ആ പിഞ്ചുമോന്റെ ശരീരം എടുത്തുകൊണ്ടുവന്ന് കൂടപ്പറപ്പിന്റെ കൂടെ ഇങ്ങനെ കിടത്തിയിട്ട് കണ്ണുനീര് തുടച്ചിട്ട് വീടിനകത്തേക്ക് കടന്നു പോവുകയാ. ഭർത്താവിനോട് പറഞ്ഞില്ല. എന്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും ഇങ്ങനെ വീടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങ് അകലെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരികയാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടന്നു വരുന്നു. 2 സഹാബത്ത് കൂടെയുണ്ട്. ആ സമയത്ത് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജാബിറിന് 2 ആമക്കളുണ്ട് നബിയേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാവൂ നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്ന് പറയുകയാ. പ്രവാചകൻ വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ജാബിർ റളിയല്ലാഹു തആല ചിരിക്കുന്ന മുഖത്തോട് അള്ളാന്റെ റസൂലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വീടിനകത്ത് കയറിയിരുന്നു. കടിക്കാ ഭക്ഷണമെടുത്തു വെച്ചു. അള്ളാന്റെ റസൂല് വിളിക്കുന്നു, ജാബിറേ നിങ്ങളുടെ മക്കളെ കൂടെ വിളിക്ക് ജാബിറേ. അള്ളാന്റെ റസൂല് പറയേണ്ട താമസമുണ്ടല്ലോ. ജാബിർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ നമ്മുടെ മക്കളെ വിളിക്ക് പെണ്ണേ. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല. അള്ളാന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. രണ്ടാമതും ജാബിർ തങ്ങൾ പറഞ്ഞു, മക്കളെ വിളിക്കാറ്. അപ്പോഴും അതേ മറുപടിയാണ് പറഞ്ഞത്. മൂന്നാമതും, പെണ്ണെ അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടുമ്പോ നീ എന്തിനാണ് തടസ്സം നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ജാബിർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വഴക്ക് പറയുമ്പോ അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അതാ മറച്ചു കിടത്തിയിരിക്കുന്ന 2 മക്കളുടെ മയ്യത്തങ്ങ് മാറ്റി കാണിക്കുമ്പോ ജാബിർ തങ്ങൾ തളർന്നു വീഴുകയാണ്. പൊന്നാര മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാ. താങ്ങാ കഴിയോ, എന്താണ് സംഭവിച്ചെന്നത് പോലും അറിയാതെ പിഞ്ചുമക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് ജാബിർ തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ അല്ലാഹുവേ, സാലിഹായ ഭാര്യയുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഭർത്താവിന്റെ തലയിൽ കൈവച്ചിട്ട് ആ പെണ്ണ് ചോദിച്ചു, ജാബിറേ കരയുകയാണോ ജാബിറേ, കരയുകയാണോ ജാബിറേ? തോറ്റുകൊടുക്കല്ലേ ജാബിറേ, തോറ്റുകൊടുക്കല്ലേ ജാബിറേ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ ജാബിറേ. നമ്മുടെ വീടിനകത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നത് ആരെന്നറിയുവോ? നമ്മുടെ വാപ്പയെക്കാല്, നമ്മുടെ ഉമ്മയെക്കാല്, നമ്മുടെ മക്കളെക്കാല്, നമ്മളെക്കാല്, നമ്മുടെ സർവ്വതിനെക്കാല് ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട റസൂലുള്ളാഹിയുടെ വീടിനകത്തിരിക്കുന്നത് മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാടോ ജാബിർ? കണ്ണുനീര് തുടക്കി ജാബിർ. റസൂലുള്ളാഹിയോട് പറയല്ലേ, ഭക്ഷണം കഴിച്ചതിന് ശേഷമേ പ്രവാചകരോട് പറയാവൂ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാ. എന്നിട്ട് കയ്യിൽ പിടിച്ച അല്ലാഹുവേ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ചോദിച്ചു, ജാബിറേ മക്കളെവിടെ? ഭക്ഷണം കഴിക്കുക യാ റസൂലല്ലാഹ്.
അങ്ങ് കഴിച്ചോ നബിയേ. പ്രവാചകൻ പിന്നെയും ചോദിച്ചു, മക്കള് ജാബിർ എവിടെ? ഭാര്യ പുറകിൽ നിന്ന് പറഞ്ഞു, അവര് കളിക്കുകയാണെന്ന് പറയാ. പക്ഷേ ജാബിർ തങ്ങൾ ഓടിച്ചെന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട്, യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയുടെ മുഖത്ത് നോക്കി കള്ളം പറയാ കഴിയുന്നില്ല നബിയേ. എന്റെ മക്കള് രണ്ടുപേര് പോയി നബിയേ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ മാതാപിതാക്കളോട് ഈ ചരിത്രം പറഞ്ഞു തരുന്ന ഗുണപാഠം എന്തെന്നറിയോ? പ്രായപൂർത്തിയാകാത്ത മക്കള് നമ്മുടെ വീട്ടിലുണ്ട്. ചെയ്യുന്നത് മുഴുവനും സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാ. നമ്മുടെ മക്കളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ആർക്കാ താങ്ങാൻ കഴിയോ? ആർക്കാ താങ്ങാൻ കഴിയോ? സ്വന്തം മക്കളുടെ മയ്യത്ത് പടച്ചവന് കണ്ണ് നിറയാതെ കുളിപ്പിക്കാൻ കഴിയുമോ? പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അവരുടെ മയ്യത്തിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിടാ. നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടല്ലാതെ ഏത് വാപ്പയ്ക്കാ താകാ കഴിയോ? എന്റെ പ്രിയമുള്ളവര്, ഞാൻ ദൈവത്തിൽ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിച്ച പല കൂട്ടുകാരും ഈ സദസ്സിലിരിപ്പുണ്ട്. എല്ലാവർക്കും അറിയാ, പഠിച്ചവരെ നൗഷാദ് മൗലവിക്കറിയാ, പഠിച്ചവരെ റിയാസ് എന്ന് പറയുന്നവര് പ്രിയപ്പെട്ട കൂട്ടുകാർ. അല്ലാഹുവേ, വിവാഹം പോലും കഴിച്ചിട്ടില്ല. പഠിച്ചവരെ ഞങ്ങളുടെ കൂടെ കളിച്ച് തിരിച്ച് നടന്നവരാ. അല്ലാഹുവേ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അറിഞ്ഞത് അവനെ മരണപ്പെട്ടു പോയി. പടച്ചറപ്പേ, കബറടക്കുന്ന സമയത്ത് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ച്, സിറാജേ, 33 കൊല്ലം പോറ്റി വളർത്തി എന്റെ പൊന്നുമോ പോയടാ. ആർക്കാ താങ്ങാൻ കഴിയാ? രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന മക്കള് വൈകുന്നേരം വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ വെട്ടിക്കീറി വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന എത്രയോ കാഴ്ചകൾ കണ്ടവരാ. അല്ലാഹുവേ, അങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാ. ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ.